ഹലോ പച്ചമാർ, നമ്മളിപ്പോൾ ഇവിടെ ഒരിടത്തൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടൊരു പെറ്റിനെ അങ്ങോട്ട് വാങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കള്ളന്മാരുടെയൊക്കെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പെറ്റിനെ തന്നെ വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പേഴ്സണൽ വണ്ടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ അവിടെ വെച്ച് കാണാം. എന്താ നമ്മൾ ഇവിടെ പെറ്റൊക്കെ വാങ്ങാനൊരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്. നമുക്ക് ഏതായാലും പെറ്റ് വാങ്ങാനുള്ള സ്ഥലത്തോട്ട് അങ്ങ് പോയേക്കാം. അതിന് മുമ്പ് നമുക്ക് ഏതായാലും അവനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം പെറ്റിനെ എവിടെ കിട്ടുന്നു. എൻ്റെ ഫ്രണ്ട് സഞ്ജയ് എന്നോട്ട് എഴുത്തുന്നുണ്ട്, അവനെ വിളിച്ച് ചോദിച്ചു നോക്കാം. വണ്ടി സൈഡാക്കട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഏതായാലും വണ്ടി ഇപ്പോൾ നമ്മൾ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുവരെ കാണുന്ന എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണാതെ, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. അപ്പോൾ 43 സബ്സ് ആയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ 50 സബ്ബൊക്കെ അതിനത് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാട്ടോ. ഏതായാലും നമുക്ക് അവനെ ഒന്ന് വിളിച്ച് നോക്കാം കേട്ടോ. ഗൈസ്, ഞാൻ ഏതായാലും ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താവും അറിയില്ല. ഹലോ ഓലു, എടാ ഞാനാണ് അരുൺ. ഓടോ അരുൺ, എന്താണ് കാര്യം പറോ? എടാ സഞ്ജയ്, ഇവിടെ കള്ളന്മാർ ശല്യം കൂടി വരികയാണ്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു പെറ്റിനെ സെറ്റാക്കി തരണം. എവിടെ കിട്ടുക? ഓടോ ഇപ്പോൾ പെറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഉണ്ടാക്കാനാണ്. എടാ അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരത്തൊക്കെ ഈ പട്ടീനെയും പൂച്ചീനെയൊക്കെ വെക്കുന്നില്ല. ആ ഒരു സ്ഥലത്താണ് എനിക്ക് പോവേണ്ടത്. ശരി, നിനക്ക് ഏത് പട്ടിയാണ് വേണ്ടതെന്ന് പറയാൻ പറ്റുമോ? പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്താ വേണ്ടത് നിനക്ക്? എടാ എനിക്ക് പട്ടി മതി, കണ്ടാൽ കുരയ്ക്കണ പട്ടി തന്നെ വേണം. ഇവിടെ കുരക്കണ കുട്ടി കുറവാണ്, പക്ഷെ കള്ളന്മാരെ കൊണ്ടുകഴിഞ്ഞാൽ കുരയ്ക്കും. ആ ശരി, കള്ളന്മാരെ കാണുമ്പോൾ കുരയ്ക്കണ പട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ സെറ്റ് ചെയ്തോ, ഞാനിപ്പോൾ ഒരു ലൊക്കേഷൻ ആക്കി ആ ലൊക്കേഷനിലേക്ക് പോയാൽ മതി. ഓക്കെ ഗൈസ്, അങ്ങനെ അവനെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് പോയേക്കാം. അവിടെ അമ്മ പെറ്റിനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണമെന്ന് നമുക്ക് ഏതായാലും ഒന്നും അറിയത്തില്ല. ഏതായാലും ലൊക്കേഷൻ കാണിക്കുന്ന അവിടേക്ക് തന്നെ അങ്ങോട്ട് പോയേക്കാം. ലൊക്കേഷൻ കാണിക്കുന്നത് വില്ലേജിൻ്റെ അവിടെയാണ്. എനിക്ക് വില്ലേജിലേക്ക് പോകേണ്ട കറക്റ്റ് റൂട്ടൊന്നും അറിയത്തില്ല, എന്നാലും എങ്ങനെയെങ്കിലൊക്കെ അതാ നേരെ കാണും, അവിടെയാണ് വില്ലേജ് കാണുന്നത്. ഏതായാലും വില്ലേജിൻ്റെ അവിടെ ആയിട്ടാണെന്നാണ് പറയണത്. നമുക്ക് ഏതായാലും വില്ലേജിലോട്ട് അങ്ങ് പറക്കാം. ഓക്കെ, നമുക്ക് ഏതായാലും ഒരു പെറ്റിനെ വാങ്ങിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ വില്ലേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് സ്പീഡ് കൂടിയ വണ്ടിയുടെ പരിപ്പിളകും, എന്നാലും നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ ഇഷ്ടം പോലെ കാശുണ്ടാകുകൊണ്ട് എത്ര വലിയ വണ്ടി വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അയ്യോ, വഴി തെറ്റി. പക്ഷെ ഞാൻ ഇപ്പോൾ ബ്രേക്ക് ഓടിക്കാൻ വണ്ടി തിരിക്കും, ഡ്രിഫ്റ്റ് അടിക്കുക അല്ല പിന്നെ. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ട് നന്നായി, നേരെ തിരിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി വന്നിട്ടുണ്ടാവും. ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ അവിടെ പോയി കാണാം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ചോദിച്ച് നോക്കാം എന്താണ് സംഭവം കാര്യങ്ങളൊക്കെ, ഇവിടെ പെറ്റിനെ വിൽക്കുന്നുണ്ടോ എല്ലാം ഒന്ന് ചോദിച്ചു നോക്കാം. അവൻ പിന്നെ ഇപ്പോൾ കുറച്ചപ്പോഴേ വിളിച്ച് പറയും അവിടെ ചിലപ്പോഴേ പെറ്റിനുണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ നീ ഏത് പെറ്റാണ് വേണ്ടത് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ ഒരാളുണ്ടെന്നോ ഇവിടെ എവിടെയെങ്കിലും പെറ്റിനെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇപ്പം എനിക്ക് വലിയ കാര്യത്തിൽ ഏത് പെറ്റിനെയും കാണാനല്ലേ ഇല്ല, എല്ലാ മുക്കും കൂടി ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എനിക്കിപ്പോൾ വലിയ കയറ്റി പെറ്റിനൊന്നും കാണുന്നില്ല. വണ്ടി ചെറുതായിട്ടൊന്ന് പണി കിട്ടി. പിന്നെ എനിക്ക് പോണ വഴിക്ക് വണ്ടിയുടെ കളറും മാറ്റണം. പിന്നെ ഈ വണ്ടിക്ക് ഈ വെള്ള കളറ് ചേരുന്നില്ല. കാരണം ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഞാൻ പൈസ കൊടുത്ത് ഈ വണ്ടി കഴുകണമെന്ന് അറിയുമോ? വണ്ടി കഴുകാൻ വയ്യാത്തതുകൊണ്ടാണ്, ഫുള്ള് ചളി. വീട്ടിലും കുറേ പ്രാവശ്യം വീട്ടിൽ കഴുകിയിട്ട് പോകണില്ല. പിന്നെ സ്ക്രാച്ചൊക്കെ ആയി നന്നായിട്ട് കാണുന്നുണ്ട് വള്ളിയിൽ. പോണ വഴിക്ക് വണ്ടിയും കഴുകണം. പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമേ ഇല്ല. ഒക്കെ പൈസയുടെ കാര്യം ഒരു ടെൻഷനുണ്ട്. പക്ഷേ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണാനില്ലല്ലോ. പിന്നെ ഈ വണ്ടി പോകുന്നതിൻ്റെ ഇടയിൽ ഈ സ്ക്രാച്ചും ഒന്ന് മാറ്റണം. കുറച്ച് പരിപാടി ഉണ്ട്, എല്ലാം കൂടി ഒന്ന് ഒരുമിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. എല്ലാം നേരാക്കാമല്ലോ ഇപ്പോൾ ഗൈസ്. അപ്പം ഞാൻ ഇവിടെ ഒരു ആളെ പോലും കാണുന്നില്ല. അവിടെ ഒരു ചേച്ചി ഉണ്ടെന്ന് അവിടെ പോയി ചോദിച്ചു നോക്കുക. അയാൾ പറഞ്ഞത് ആളെന്നാണ്. ഇവിടെ ചോദിച്ചു നോക്കുക. ചേച്ചി, എന്താണ് ചേച്ചിയാണോ ഈ പെറ്റിനെ വെക്കുന്നത്? അതെ, ഞാനാണ്. അതെ, എൻ്റെ ഭർത്താവാണ് ആ പെറ്റിനെ വെക്കുന്നത്. എന്താണ്?
അത് എനിക്കൊരു പെറ്റ് വേണമായിരുന്നു. അയ്യോ ഇപ്പോൾ അവിടെ പെറ്റൊന്നുമില്ല, കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് പെറ്റിനെയൊക്കെ വരുത്തിക്കുന്നുള്ളേ. ഞങ്ങളിപ്പം കൂടെ വാടക വീട്ടിലായിരിക്കും. ഞങ്ങളിപ്പോൾ പുതിയ വീട് കിട്ടി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക പോവുകയാണേ. നാളെ മറ്റന്നാളായിട്ട് പോവും. ആണോ ചേച്ചി? ആ ഓക്കെ, അപ്പം ശരി, ഞാൻ പോട്ടെ. ആ ചേച്ചി ഓക്കെ. ഓക്കെ സാർ, ചേച്ചിയാണെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കാണ്ട് റോട്ടിൽ കൂടെ നിലവിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അത് നടന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അവനെ വിളിച്ച് പറയാം. ഹലോ സഞ്ജയ്. ആ എന്താ അരുണേ? എടാ ഇവിടെ പെറ്റിന് ഇല്ലെന്നാണ് പറയണത്. ആണോ? ശരി, എന്നാൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് പെറ്റിനെ എത്തിക്കാം. നീ ഏത് പെറ്റാ വേണ്ടത് പറ. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് വേണ്ടിയിട്ടേ ഒരു നായ്ക്കുട്ടീനെ അയച്ചു വിട്. എടാ കേട്ടാ, നീ എനിക്കൊരു നായ്ക്കുട്ടീനെ അയച്ചാ ഞാൻ ഏത് നായിനും ഉണ്ട്. അത് ഏത് ബ്രീഡാണ്? ബ്രീഡൊന്നും എനിക്ക് വേണ്ടടാ. അപ്പോൾ ഒരു നാട്ടുനായാലും കുഴപ്പമില്ല, കള്ളനെ പിടിക്കാൻ ഒരു നായ വേണം, അത്രേ ഉള്ളൂ. ഓടോ ശരി, ഞാൻ സെറ്റ് ആക്കാം. നിൻ്റെ വീട്ടിലേക്കല്ലേ ഇപ്പോൾ അയക്കാം ഞാൻ. നീ ഒരു 2 മണിക്കൂറിനുള്ളിൽ നിൻ്റെ വീട്ടിൽ നായെത്തും. ശരി കേട്ടോ. ഇവിടെ വെക്കാൻ പറ്റേ ഒരു കുതിരേനെയും കൂടി അയച്ചു കേട്ടോ. കുതിരയോ? അതെന്തിനാണ്? ഒരു രസം, വീട്ടിലിരിക്കട്ടെ, സവാരിക്കൊക്കെ പോവാലോ. ശരിയോടോന്നോ? ഓക്കെ, ഏതായാലും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവൻ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം എത്തിച്ചോളും. എത്തിക്കുമ്പോൾ തന്നെ പറഞ്ഞോളും കേട്ടോ. പറഞ്ഞിട്ട് എത്തിക്കുള്ളൂ എന്നൊക്കെയാണ് പ്രതീക്ഷ. ഓക്കെ, നമുക്ക് ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ വീടെത്തിയിട്ടുണ്ടെന്നിപ്പോൾ വീട്ടിൽ പോയി കുറച്ച് നേരം ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുക. അവൻ വരെ നമുക്ക് ഗെയിം കളിക്കാം. ഇനിയിപ്പോൾ അവൻ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഗെയിം കളിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അവൻ വിളിക്കുന്നുണ്ട്. ഓലു എന്താ ഓടോ, എനിക്ക് വരാൻ പറ്റില്ല. എടാ എന്താടാ നീ ഇപ്പം ഇങ്ങനെ പറയണേ? ഓടോ, ഇത് ഇവിടെ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ലേ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ ഒരു ലൊക്കേഷൻ ആക്കി. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ബിൽഡിംഗ് ഇല്ലേ? ആ, വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു ബിൽഡിങ്, ടോപ്പ് ആൻഡ് ഡൗൺ പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. എന്താണ് അവിടേക്ക് ഞാൻ നീ പറഞ്ഞ 2 സാധനത്തിന് അയക്കാം. നീ അവിടെ പോയി സാധനത്തിന് പിക്ക് ചെയ്തോ. ആടാ ശരി. ശരി, അപ്പോൾ ബായ്. ആടാ ഓക്കെ, ഇനി അവിടെ പോയി എടുത്തിട്ട് വരാനാണ് പറയണത്. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ബിൽഡിംഗ് അവൻ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. എനിക്ക് ഏതായാലും അറിയത്തില്ല. പോയി എടുത്തിട്ട് വരാം കേട്ടോ. 2 എണ്ണത്തിന് ആദ്യം നമുക്ക് നായേനെ എടുത്തിട്ട് വരാം. നായയാണ് നമുക്കിപ്പോൾ ആദ്യം വേണ്ടത്. പിന്നെ കുതിരേനെ ഞാൻ വെറുതെ പറഞ്ഞാണ്. അയ്യോ, അപ്പോൾ പൈസ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും പോവാം. ചാടില്ലേ? ചാടുകുതിരേ, ഓടുകുതിരേ, ചാടുകുതിരേ. ഓടുന്നുണ്ട്. ചാടി. ചാടി. ഒന്നും കൂടിയും ചാട്. ഒന്നും കൂടിയും ചാട്. ഒന്നും കൂടിയും ചാട്. ചാടി. ഇതിനെ കൊണ്ടുവന്ന് ഇനിയപ്പോൾ അവിടെയുള്ള നായിനെയും കൊണ്ടുവരാം. നായിനെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നേരെ പോവുക, വീട്ടിൽ പോയി കിടന്നുറങ്ങുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാറ് കൊണ്ടുപോയി നേരാക്കാൻ കൊടുക്കും. അല്ല, നമ്മുടെ കാർ ഇവിടെ അല്ലേ പാർക്ക് ചെയ്തിട്ട്? കാർ ഇപ്പോൾ അവിടെ പോയി അടിച്ചു മാറ്റിയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാറും കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നായിനെ എടുത്തിട്ട് വരാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ആദ്യം പോയി നായനെ എടുത്തിട്ട് പറ്റില്ല, അവിടെ നിന്ന് നായ ഓടിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, ഇതിനെ നമ്മൾ എടുത്ത് കയ്യും കൊണ്ട് തന്നെ എടുത്ത് പോകണമെന്ന് തോന്നുന്നു. ഇത് പോകണം നോക്കുക നിങ്ങൾ. ഓടുന്നുണ്ട്. എന്തത് ഇങ്ങനെ? പോട്ടെ. ഇതെന്താ കൺട്രോളൊന്നും കിട്ടാൻ ഭയങ്കര പാടാട്ടോ ഇതിൻ്റെ അടുത്തുനിന്ന്. അതാകുമ്പോൾ പിടിച്ച് തിരിച്ചെങ്കിലും പോകുന്നതാണിതിപ്പോൾ. അവിടെ റിവേഴ്സ് പോകണോ? എന്നപ്പോൾ നമുക്ക് റിവേഴ്സ് എടുക്കാം. ബാക്ക് എടുക്കാൻ ഭയങ്കര പാട്. മെല്ലെ അങ്ങനെ
ഇതിപ്പോൾ എപ്പോഴത്താനാണെന്നും അറിയില്ല. ഗൈസ്, എങ്ങനെയൊക്കെ നമ്മൾ ഈ നായിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. നായി വെള്ളത്തിൽ കേട്. നായ്ക്ക് വെള്ളത്തിൽ കേടാൻ പേടിയാണ് തോന്നുന്നു. ഏതായാലും മതി. ഈ കുതിരേനെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റാം. നായനെ നമുക്ക് പുറത്ത് നിർത്താം. കാരണം നായ മാറാ. നായ്ക്ക് ഇത്രയൊക്കെ ശക്തിയാ. നായനെ നമുക്ക് കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ പിന്നീടാം. ഏതായാലും നായനെ ഇങ്ങനെ നിർത്താം. കുതിരേനെ നമുക്ക് വീട്ടിനുള്ളിൽ കയറ്റിയിരുത്താം. പിന്നെ പ്രശ്നം തീർന്നു. ഏതായാലും കുതിരയുടെ മുകളിൽ കയറാം. കുതിരയ്ക്ക് ഒടുക്കത്തെ സ്പീഡാണ് കേട്ടോ. അങ്ങോട്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കൊരു സ്റ്റാച്ചു നിൽക്കണ പോലെ ഉണ്ടാവും മുണ്ടാണ്ട് നിൽക്കുമ്പോൾ. എന്താറായി കുതിര ഇങ്ങനെ. അയ്യോ, നമുക്ക് രാവിലെ അങ്ങനെയാണെങ്കിൽ സവാരിക്കൊക്കെ അതെടുത്തിട്ട് പോവുമായിരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മുടെ കാറിനെയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അവനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.